Next portion is Module 3, Design of DC Machines. DC machine ആകുമ്പോൾ നമുക്കറിയാം DC generators and DC motors are there. ഇതിനകത്തും ആദ്യം നമ്മുടെ പവർ ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ. അപ്പം പി എ എന്ന് പറയുന്നത് ഈസ് ദ പവർ ഡെവലപ്ഡ് ബൈ ദി ആർമച്ചർ. പി എ ആർമച്ചർ പവർ ഡെവലപ്ഡ് ബൈ ദി ആർമച്ചർ. എന്താ നോക്കാം. നമ്മൾ ഈ ഡി സി മെഷീനിൽ പവർ, വെദർ ഇറ്റ് ഈസ് മോട്ടോർ ഓർ ജനറേറ്റർ, പവർ ഈസ് ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ. എവിടെയാണോ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അതിനെയാണ് നമ്മൾ ആർമച്ചർ എന്ന് പറയുന്നത്. അത് ഓൾട്ടർനേറ്റിൻ്റെ കാര്യത്തിലാവുമ്പോഴത്തേക്ക്, വലിയ ഓൾട്ടർനേറ്റിൻ്റെ കാര്യത്തിലാവുമ്പോഴേ ആർമച്ചർ വൈൻഡിങ് സ്റ്റേറ്റിലായിരിക്കുന്നത്. ആർമച്ചർ വൈൻഡിങ് സ്റ്റേറ്റിൽ, റോട്ടറിൽ ഫീൽഡ് വൈൻഡിങ്. ഡി സി മെഷീനിലാവുമ്പോഴേ അതിനകത്ത് ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ആർമച്ചർ എന്ന് പറയുന്നത് നമ്മൾ അത് കറങ്ങാനേ നിർവാഹമുള്ളൂ. സോ ആർമച്ചർ ഈസ് പ്രൊവൈഡ് ദ റോട്ടർ. പിന്നെ സ്റ്റേറ്റിൽ വരുന്ന എന്താണ്? പോൾസാണ്, ഫീൽഡ് സിസ്റ്റം. ആ പോൾസ് സ്റ്റേറ്റിൽ പിടിപ്പിച്ചിരിക്കുക, യോക്കിലോട്ട് പിടിപ്പിച്ചിരിക്കുക. ഡി സി മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ കൊടുക്കും. വി ഗീവ് സപ്ലൈ to the field and the armature winding, then the machine rotates by itself. The machine rotates by itself. സപ്ലൈയിൽ നിന്ന് ഇലക്ട്രിക്കൽ പവർ, ഡി സി ഇലക്ട്രിക്കൽ പവർ എടുത്തുകൊണ്ട് അത് മെക്കാനിക്കൽ പവർ തരുന്നു മോട്ടോറാണെങ്കിൽ. ഡി സി ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏത് ജനറേറ്ററിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്, നമ്മൾ വി ഗീവ് മെക്കാനിക്കൽ പവർ. മെക്കാനിക്കൽ പവർ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യിക്കുന്നു. ഇപ്പോൾ ഡി സി ജനറേറ്റർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി സി സപ്ലൈ കിട്ടണം, ഇലക്ട്രിക് സപ്ലൈ കിട്ടണം, ഡി സി ഇലക്ട്രിസിറ്റി കിട്ടണം. അതിന് നമ്മൾ ഇതിന് മെക്കാനിക്കൽ പവർ കൊടുക്കാനായിട്ട് ഇതിൻ്റെ റോട്ടറിനെ പിടിച്ച് കറക്കണം. റോട്ടറിനെ പിടിച്ച് കറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണല്ലോ പ്രൈം മൂവർ. അപ്പം എന്ത് തന്നെയായിരുന്നാലും, വെദർ ഇറ്റ് ഈസ് എ മോട്ടോർ ഓർ ജനറേറ്റർ, പവർ ഈസ് ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ, ഇൻ ദ റോട്ടർ, ഇൻ ദി ആർമച്ചർ. അപ്പം ഡി സി മെഷീനിലെ പവർ ഡെവലപ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഐ എ ആണ്. വേർ ഇ ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ആർമച്ചർ. വേർ ഇ ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ആർമച്ചർ. അപ്പോൾ ഇ ഇൻറ്റു ഐ എ. ഇ ഇൻറ്റു ഐ എ എന്ന് പറയുമ്പോൾ വെൻ ഇ ഈസ് ഇൻ വോൾട്ട്സ് ആൻഡ് ഐ എ ഇൻ ആംബിയേഴ്സ്, വി ഹാവ് ഇ ഇൻറ്റു ഐ എ ആസ് വാട്ട്സ്. അതിനെ കെ ഡബ്ല്യു ആക്കാനായിട്ടാണ് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഓർ വി മൾട്ടിപ്ലൈ ബൈ 10⁻³ അപ്പോൾ ചുരുക്കത്തിൽ പി എ, ദ പവർ ഡെവലപ്ഡ് വിത്ത് ദി ആർമച്ചർ ഈസ് ഇ ഇൻറ്റു ഐ എ ഇൻറ്റു 10⁻³ അപ്പോൾ നോക്കാം. ഇതിനെ നമുക്കൊന്ന് വീണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡി സി മെഷീനിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ, whether it is motor or generator, the induced EMF is 5 into Zn/60 into P/A. അതായത് ആർമച്ചർ കറങ്ങുമ്പോൾ, ആർമച്ചർ മോട്ടറാണെങ്കിൽ ആർമച്ചർ സ്വയം കറങ്ങും, ജനറേറ്റർ ആണെങ്കിൽ ആർമച്ചറിനെ പിടിച്ച് കറങ്ങും. വാട്ട് എവർ ഇറ്റ് ബി, ദ ഇ എം എഫ് ഇൻഡ്യൂസ് ഇൻ ദി ആർമച്ചർ ഈസ് 5 into Zn/60 into P/A. ജനറേറ്റർ ആണെങ്കിൽ ഇതിനെ ജനറേറ്റഡ് ഇ എം എഫ് എന്ന് നമ്മൾ വിളിക്കും. മോട്ടോർ ആണെങ്കിൽ ഇതിനെ നമ്മൾ സാധാരണയായിട്ട് വിളിക്കുന്നത് ബാക്ക് ഇ എം എഫ് എന്നാണ്. മോട്ടോറാകുമ്പോൾ നമ്മൾ ആർമച്ചറിലോട്ടൊരു വോൾട്ടേജ് കൊടുക്കും, കൂടാതെ ഒരു വോൾട്ടേജ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ കൊടുക്കുന്ന വോൾട്ടേജിന് ഓപ്പോസിറ്റായിട്ടൊരു ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ സിംപ്ലി ജനറേറ്റഡ് ഇ എം എഫ് എന്ന് പറയും. ഡി സി മോട്ടർ ആണെങ്കിൽ നമ്മളിതിനെ വിളിക്കുന്നത് ബാക്ക് ഇ എം എഫ് എന്നാണ്. E or EB we put. But generally we can put E, and instead of E we can put 5 into Zn/60 into P/A with the usual notations.
യൂഷ്വൽ നൊട്ടേഷൻസ് എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈ എന്ന് പറയുന്നാൽ ഫ്ലക്സ് പെർ പോൾ. Z is the total number of conductors in the armature, N is the speed in RPM, P is the number of poles of the machine, and A is the number of parallel paths, depending on whether it is a lap-wound machine or a wave-wound machine. Lap-wound machine ആണെങ്കിൽ always A equal to the number of parallel paths will be equal to P, and if it is wave-wound, the number of parallel paths is equal to 2, irrespective of the number of poles. ലാപ്പ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എയും പിയും ഒന്ന് തന്നെ. എ എല്ലായ്പ്പോഴും പിക്ക് തുല്യമായിരിക്കും, പോൾസിന് തുല്യമായിരിക്കും. വേവ് വൗണ്ട് മെഷീൻ ആണെങ്കിൽ പി എത്രയായിരുന്നാലും നമ്പർ ഓഫ് പാരലൽ പാത്സ് എ ഈക്വൽ ടു 2. ബേസിക് തിങ്സ്. അപ്പോൾ ഈ ഇക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ബൈ ഐ എ ഇൻറ്റു 10⁻³ മുകളിൽ എഴുതിയിരിക്കുന്നത്. അതിന് നമ്മൾ വീണ്ടും n/60 ഇൻസ്റ്റെഡ് ഓഫ് n/60 വി ക്യാൻ പുട്ട് സ്മോൾ എൻ. എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന സ്പീഡ് ഇൻ RPM ആൻഡ് സ്മോൾ എൻ എന്ന് പറയുന്നത് സ്പീഡ് ഇൻ RPS. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റം വരുത്തി 5 × Z ഇൻറ്റു സ്മോൾ എൻ ഇൻറ്റു P/A ഇൻറ്റു IA ഇൻറ്റു 10⁻³ ഈ പി നമ്പർ ഓഫ് പോൾസ് പി എന്നുള്ളത് നമ്മൾ ഈ ഫൈയുടെ കൂടെ എടുത്തു. അപ്പം വി ടേക്ക് ദിസ് പി ഹിയർ അലോങ് വിത്ത് 5, ദെൻ ഇറ്റ് ഈസ് P5 ഓർ 5P ഇൻറ്റു ഈ ഐ എ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്തെടുത്ത് IA/A എന്നെടുത്തു. ഇനി ശേഷിക്കുന്നത് Z ഉണ്ട്, N ഉണ്ട്, ഇൻറ്റു 10⁻³. അപ്പോൾ വീണ്ടും ഈ PA എന്ന് പറയുന്ന പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ, PA ഈസ് ഈക്വൽ ടു P5 into IA/A. When IA is the total current, and if there are A parallel paths, IA/A എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം നമുക്ക് പാരലൽ പാത്സ് ഉണ്ട്. നമ്മൾ DC മെഷീൻ്റെ പാരലൽ പാത്സ്. സോ നമ്പർ ഓഫ് പാരലൽ പാത്സ് ആർ there. ഇങ്ങനെയാണല്ലോ നമ്മൾ പാരലൽ പാത്സ്. കണ്ടക്ടേഴ്സാണ് വരയ്ക്കുന്ന, റെസിസ്റ്റൻസ് അല്ല. ലൈക്ക് ദിസ്. സോ മെനി പാരലൽ പാത്സ്, എ നമ്പർ ഓഫ് പാരലൽ പാത്സ്. അപ്പോൾ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ DC മെഷീൻ, DC ജനറേറ്ററൊക്കെ നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണം. ഇവിടെ IA എന്നും പറഞ്ഞെടുക്കുക. ഇവിടെ IA. അപ്പോൾ ഇത് 1 മുതൽ A പാരലൽ പാത്സ്, ദിസ് A പാരലൽ പാത്സ് A ഈക്വൽ ടു whatever A. ഇവിടെ A4 ആണെങ്കിൽ ഈ IA എന്നുള്ളത് ഓരോ പാത്തിൽ കൂടെ എത്ര കറണ്ട് പോകും? IA/4 ആകും. IA/4. സോ IA/4 and IA/4 giving a total of IA. In general, when A is the number of parallel paths, this becomes IA/A. From when, see, the current through each parallel path is IA/A. അത് ഓരോ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ടാണ്. ദാറ്റ് ഈസ് ദ കറണ്ട് ത്രൂ ഈച്ച് കണ്ടക്ടർ. ഇത് ഓരോ കണ്ടക്ടറായി കാണിച്ചേക്കുന്നത്. പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആർമച്ചറിൽ ഉപയോഗിച്ചിരിക്കുന്ന Z കണ്ടക്ടേഴ്സ് ഈ ഇപ്പോൾ 4 പാരലൽ പാത്താണെങ്കിൽ 4 തുല്യ പാരലൽ പാത്തുകളായി ഡിവൈഡ് ചെയ്യപ്പെടും. ഓരോ പാരലൽ പാത്തിൽ എത്ര കണ്ടക്ടർ ഉണ്ടോ? അപ്പോൾ Z ആണെങ്കിൽ Z/4 പാരലൽ പാത്സ് വിൽ ബി ദെയർ. ഇൻ ജനറൽ Z/A. അപ്പോൾ ഇത് ഓരോ കണ്ടക്ടറിനെ കുറിക്കുന്നതാണ് ഈ സിമ്പൽ, കണ്ടക്ടറിനെ കുറിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടക്ടറുകളിൽ കൂടി പോകുന്ന കറണ്ട് IA/A ആണ്. കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ IZ എന്നാണ് കാണിക്കുന്നത്. കണ്ടക്ടർ കറണ്ട് ഈ കേസിൽ എന്താണത്? ദാറ്റ് ഈസ് IA/A. സോ ദ കണ്ടക്ടർ കറണ്ട് IA/A. ഇവിടുത്തെ IA/A എന്ന് ഓരോ പാരലൽ പാത്തിൽ കൂടെ പോകുന്ന കറണ്ടെന്ന് പറഞ്ഞാൽ IA/A. അതിനെ നമുക്ക് കണ്ടക്ടർ കറണ്ടെന്ന് വിളിക്കാം. IZ കണ്ടക്ടർ കറണ്ട് എന്ന് വിളിക്കാമെന്നല്ല, ഈസ് ആക്ച്വലി ദ കണ്ടക്ടർ കറണ്ട് വിച്ച് ഈസ് നത്തിങ് ബട്ട് IA/A.
അപ്പോൾ നമുക്ക് ഇവിടെ ഈ IA/A എന്നുള്ളതിട്ട് ഇസഡ് എന്ന് എഴുതാം. IA/A ക്യാൻ ബി റിട്ടൺ ആസ് ഇസഡ്. ദെൻ ദിസ് ഇസഡ് ആൻഡ് എൻ ഹിയർ, ദിസ് ഇസഡ് ക്യാൻ ഓൾസോ ബി ടേക്കൺ ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. IA/Aക്ക് വരും ഇസഡ് എന്നിട്ടു ഇസഡ് കൂടെ ഇൻസൈഡ് എടുത്തു. പിന്നെ n × 10⁻³ ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ബി ആവറേജിൻ്റെ എക്സ്പ്രഷൻ എന്ന് എഴുതുക. ബി ആവറേജിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ ഈസ് ആക്ച്വലി 5p ഡിവൈഡഡ് ബൈ πd അല്ല. അല്ലെങ്കിൽ 5 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ റിലേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി. 5 എന്ന് പറയുന്നത് ബി ആവറേജ് ഇൻറ്റു πdl/p. സിൻക്രണസ് മെഷീൻ കണ്ടപ്പോഴും പഠിച്ചപ്പോഴും ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചപ്പോഴും ഒക്കെ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ബി ആവറേജ് നമ്മളെങ്ങനെ എടുക്കുന്നത്? ബി ആവറേജ് ഇൻറ്റു πdl/p. അപ്പോൾ ആക്ച്വലി 5 × p എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആവറേജ് ഇൻറ്റു πdl. സോ ബി ആവറേജ് ഇൻറ്റു πdl. ഇൻസ്റ്റെഡ് ഓഫ് P5 we can substitute B average into πdl. And what is our AC? AC, ampere conductors per meter. മൊത്തം ആംപിയർ കണ്ടക്ടേഴ്സ്, ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് IZ, അങ്ങനെ മൊത്തം Z കണ്ടക്ടേഴ്സ് ഉണ്ട്. സോ ഈ IZ × Z ഈസ് ദ ടോട്ടൽ ആംപിയർ കണ്ടക്ടേഴ്സ് അറൗണ്ട് ദ പെരിഫറി ഓഫ് ദി ആർമച്ചർ. IZ × Z എന്ന് പറയുന്നത് മെഷീൻ്റെ ആർമച്ചർ പെരിഫറിയിലുള്ള ആർമച്ചർ കണ്ടക്ടേഴ്സാണ്. അത് 1 മീറ്റർ ലെങ്തിലുള്ളത് IZ × Z/πd എന്ന് പറയുന്നത് AC ആണ്. Sorry, that is the specific electric loading, and B average is the specific magnetic loading. So we know that AC is IZ × Z/πd. അപ്പോൾ IZ × Z എന്ന് പറഞ്ഞാൽ IZ × Z is nothing but AC × πd. So we can write AC × πd. IZ × Z പകരം നമുക്ക് AC × πd എന്നെടുക്കാം. n × 10⁻³ അപ്പോൾ നമുക്ക് നോക്കാം, ഈ പൈയും കൂടെ മൾട്ടിപ്ലൈഡ് ആയി π² ആയി. ബി ആവറേജ് ഇവിടെ ഉണ്ട്, ഇവിടെ AC ഉണ്ട്. 10⁻³ is another constant. So we put all those things inside the bracket, in another bracket, and write d²Ln. So π² B average AC into 10⁻³ is C0 is a constant. So the power equation in this case, in the case of a DC machine, is power developed in the armature PA is C0 d²Ln. DC മെഷീൻ ആകുമ്പോൾ സിൻക്രണസ് സ്പീഡ് എന്നല്ല. സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് DC മെഷീൻ ഇല്ല. സിൻക്രണസ് സ്പീഡ് ഉള്ളത് നമുക്ക് സിൻക്രണസ് മെഷീനും ഇൻഡക്ഷൻ മെഷീനുമാണ് സിൻക്രണസ് സ്പീഡ്. അപ്പോൾ ഇവിടെ ആ ഒരു ഇതല്ല, സ്പീഡല്ല. A DC machine can rotate at a different speed, at any speed. സ്പീഡിൽ നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. സ്പീഡ് മാറ്റാൻ പറ്റും. എൻ്റെ ഫീൽഡ് മോട്ടറാണെങ്കിൽ എൻ്റെ ഫീൽഡ് മാറുമ്പോഴേ, ഫ്ലക്സ് മാറുമ്പോഴേ എൻ്റെ സ്പീഡ് മാറും. അതിൻ്റെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് മാറ്റുമ്പോഴേ ആ മോട്ടറിൻ്റെ സ്പീഡ് മാറും. ജനറേറ്റർ ആണെന്നതിന് അതിൻ്റെ സ്പീഡ് മാറ്റാനായിട്ട് അതിൻ്റെ പ്രൈം മൂവർ, എന്നെ നിയന്ത്രിക്കുന്ന എന്താണോ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ n ഈസ് ആക്ച്വലി എ വേരിയബിൾ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിലും നമുക്കൊരു റേഞ്ച് ഓഫ് സ്പീഡ് കാണും. 1000 RPM DC മെഷീൻ ആണെങ്കിൽ അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്പീഡ് കാണും. അപ്പം സാധാരണ അതിൻ്റെ റേറ്റഡ് സ്പീഡിൻ്റെ വെച്ചാണ് പറയുന്നത്. വേറെ n ഈസ് ദ റേറ്റഡ് സ്പീഡ്. C0, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. C0 d²Ln, where C0 is π² B average AC into 10⁻³ So this output coefficient C0 has got a different value. π² B average AC into 10⁻³ നമ്മൾ സിൻക്രണസ് മെഷീനായിട്ട് നോക്കുമ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1.11 π² എന്നാണ് വരുന്നത്. ആ 1.11 π² ചേരുമ്പോഴേ 11, അപ്രോക്സിമേറ്റ്ലി 11. കൂട്ടത്തിൽ വേറൊരു സംഗതി കൊണ്ടുണ്ട്, KW. ഇവിടെ വൈൻഡിങ് ഫാക്ടർ ഇല്ല. DC മെഷീനിൽ ആ വൈൻഡിങ് ഫാക്ടറിൻ്റെ ടേമില്ല. അപ്പോൾ ഇത് സിംപ്ലി π² B average AC into 10⁻³ എന്ന. Whereas in the case of synchronous machine induction motors, we have
1.11 pi square which is approximately taken as 11. അപ്പോൾ അവിടെ C0 ഈക്വൽ ടു 11 kW B average AC into 10⁻³ ഡി സി മെഷീൻ ആകുമ്പോൾ KW ഇല്ല, കോയിൽ സ്പാൻ ഫാക്ടറും പിച്ച് ഫാക്ടറും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും ഒന്നും ഇല്ല ഡി സി വൈൻഡിങ്ങിൽ. എ സിയിലാണ് അതുള്ളത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് സിംപ്ലി പൈ സ്ക്വയർ ബി ആവറേജ് AC into 10⁻³. So after some time, don't confuse between the different constants. For DC machine, C0 is simply this pi square B average AC into 10⁻³. PA is the power developed by the armature. This is different from the rated power. Rated power അല്ല. റേറ്റഡ് പവറിനെ നമ്മൾ പി എന്നും പറഞ്ഞെടുക്കും. റേറ്റഡ് പവർ പി. ഈ പി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ദിസ് ഈസ്, ഇപ്പോൾ പി ജനറേറ്റർ ആകുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ. ഈ ഇത് കൊടുക്കുന്ന ലോഡിലോട്ട് കൊടുക്കുന്ന പവറാണ് അതിൻ്റെ റേറ്റഡ് കണ്ടീഷനിൽ. അത് കണ്ടിന്യൂസ് പവർ റേറ്റിംഗ്, അതാണ് പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് കറണ്ടാണ് അവിടെ പി എന്ന് പറയുന്നത്. പക്ഷേ ഈ പി എ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദ പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ. ഈ ആർമച്ചർ ഡെവലപ്പ് ചെയ്യുന്ന പവറാണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി ബൈ എഫിഷ്യൻസി ഫോർ എ ജനറേറ്റർ. ഈ ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി. പ്രൈമോറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർമച്ചർ കൊടുക്കും. നെഗ്ലക്റ്റിംഗ് എ ഫ്യൂ ലോസസ്, ദിസ് ഈക്വൽ ടു പി എ ഈക്വൽ ടു പി ബൈ എഫിഷ്യൻസി. പി ബൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്, ഇതിൻ്റെ ഇൻപുട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് നമ്മൾ ആർമച്ചറിന് കൊടുക്കുകയാണ്. അത് നമ്മൾ ആർമച്ചറിനാണ് കൊടുക്കുന്നത്. ഈ പ്രൈമറിയിൽ നിന്ന് ഇൻപുട്ട് ആർമച്ചറിലാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ആർമച്ചർ ഇൻപുട്ട് വിച്ച് ഈസ് പി ബൈ എഫിഷ്യൻസി. സോ ഇഫ് യു നോ ദ റേറ്റഡ് പവർ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ആർമച്ചർ പവർ പി എ ഈക്വൽ ടു പി ബൈ എഫിഷ്യൻസി. ഇൻ ദ കേസ് ഓഫ് എ മോട്ടോറാണെങ്കിലോ മോട്ടോറാണെങ്കിൽ നമ്മളിത് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് an equal amount. എവിടെ ഈ പവർ ഡെവലപ്പ് ചെയ്യുന്നത്? പവർ ഡെവലപ്പ് ഇൻ ദി ആർമച്ചർ. അത് കഴിഞ്ഞ് പിന്നെ കുറേ ലോസസ് ഒക്കെ വരും. അത് കഴിഞ്ഞാണ് ബാക്കി പി ഉള്ളത്. അപ്പം പി എ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി പി. ഇവിടെ അപ്രോക്സിമേറ്റ് ഫോർ മോട്ടോർ, ഡി സി മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പി എ ഈക്വൽ ടു പി എന്നും പറഞ്ഞെടുക്കാം ഫോർ മോട്ടോർ. ഈ ആർമച്ചർ കൊടുക്കുന്ന പവർ എന്തെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട്, ഇതിൽ നിന്ന് പിന്നെ ഈ ഔട്ട്പുട്ടുകളുടെ വ്യത്യാസം എന്താണ്? മെക്കാനിക്കൽ ലോസസ്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ അത്രയും നമുക്ക് പുറത്ത് കിട്ടും, എക്സെപ്റ്റ് ഫോർ ദി മെക്കാനിക്കൽ ലോസസ്. ഈ പിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, പി എയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, പി എ മൈനസ് ദിസ് പി എ ഡെവലപ്ഡ് പവർ ഇൻ ദി ആർമച്ചർ minus the small mechanical losses will be the power. So neglecting mechanical losses, PA equal to P for a motor. അപ്പോൾ ജനറേറ്ററിനും ഡി സി ജനറേറ്ററിനും ഡി സി മോട്ടറിനും അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പി എ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഈ രീതിയിൽ നോക്കിക്കോണം. നമ്മളെപ്പോഴും ഒരു മെഷീൻ്റെ കാര്യത്തിൽ റേറ്റഡ് പവറാണ് സ്പെസിഫൈ ചെയ്യുന്നത്. റേറ്റഡ് പവർ അത് സ്പെസിഫൈ ചെയ്യും. പക്ഷേ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പി എ ആണ്. അപ്പോൾ അത് ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ പവറാണ് പി എന്നും പറഞ്ഞെടുക്കേണ്ടത്. മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പവർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി എ എന്നും പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസം നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ.